Today we are going to discuss Bankim Chandra Chattopadhyay's work, Raj Mohan's wife. And before going to that chapter in detail, we have to know about Bankim Chandra Chattopadhyay. And this unit covers about the life, literary background, ideas, and contributions of Bankim Chandra Chattopadhyay. Okay. Bakim's literary context. 19th century Bengal witnessed the Bengal Renaissance, which encouraged the growth of modern literature. അപ്പോൾ 19th സെഞ്ച്വറിയിൽ ബംഗാളിൽ എന്താ പറയുക വിറ്റ്നസ്ഡ് ദ ബംഗാൾ റിനൈസൻസ് ബംഗാൾ കുറച്ചും കൂടെ റിഫോമായി വരികയായിരുന്നു. അതുപോലെ തന്നെ മോഡേൺ ലിറ്ററേച്ചറിൻ്റെ ഗ്രോത്തും അവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഏർലി ബംഗാളി പ്രോസ് ആൻഡ് ഫിക്ഷൻ വർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു ബംഗാളി പ്രോസും ഫിക്ഷനും എല്ലാം. ബക്കീമിന് മുന്നേ ഉണ്ടായിരുന്ന റൈറ്റേഴ്സ് ലൈക്ക് ചാന്ദ് മിത്ര, ഖലി പ്രസന്ന സിംഹ ഹാഡ് ബിഗൺ റൈറ്റിംഗ് അബൌട്ട് ബംഗാളി സൊസൈറ്റി. ബക്കീമും അതേ ബംഗാളി സൊസൈറ്റീനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അതിനു മുന്നും ഈ റൈറ്റേഴ്സ് ബംഗാളി സൊസൈറ്റിനെ കുറിച്ച് അവർ എഴുതിയിട്ടുണ്ട്. ഓക്കെ. Bakim improved prose style and introduced realistic and historical novels. His important works include Raj Mohan's wife. അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ ബ്ലോക്കിൽ അതാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വരുന്നത്. പിന്നെ ദുർഗേഷ് നന്ദിനി, ആനന്ദ് മത്, ദെൻ കപൽ കുണ്ടല ആൻഡ് രാജ് സിംഹ. ബക്കീംസ് ലൈഫ് ആൻഡ് വ്യൂസ്. ബക്കീം 1838 ബംഗാളിലാണ് ജനിച്ചത്. ഹൂഗ്ലി കോളേജിൽ ആണ് പഠിച്ചത്. പിന്നെ എന്താണ് ഇംഗ്ലീഷ്, ബംഗാളി, സാൻസ്ക്രിറ്റ് തുടങ്ങിയ ലാംഗ്വേജിൽ മാസ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട്. ഇൻഫ്ലുവൻസ്ഡ് ബൈ വെസ്റ്റേൺ തോട്ട് ഇൻ ഹിസ് ഏർലി ഇയേഴ്സ് ബട്ട് റിമെയിൻഡ് അറ്റാച്ച്ഡ് ടു ട്രഡീഷണൽ ഹിന്ദു കൾച്ചർ. വെസ്റ്റേൺ തോട്ടിനോട് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതിനെ അഡ്മയർ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും എന്താണ് ആൾ ട്രഡീഷണൽ ലൈഫ്സ് ആയിട്ടുമായിട്ട് നല്ല അറ്റാച്ച്ഡ് ആണ്. Though he opposed child marriage personally, he showed little interest in many reform movements of his time. ദെൻ ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ബക്കീം ചന്ദ്ര ചറ്റോപാധ്യായയുടെ ഒരു ചൈൽഡ് മാരേജ് തന്നെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. ബിക്കോസ് എൻ്റെ ഒരു അറിവിൽ 11 വയസ്സിൽ ആണ് കല്യാണം കഴിച്ചത്. 5 വയസ്സുള്ള പെൺകുട്ടിയെയാണ് കല്യാണം കഴിച്ചത്. ഹിസ് ഫസ്റ്റ് മാരേജ്. ഓക്കെ. അതിനുശേഷം ആ പെൺകുട്ടി കുറച്ച് കാലങ്ങൾക്ക് ശേഷം മരിക്കുകയും പിന്നെ ഒരു സെക്കൻഡ് മാരേജ് ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. എനിവേ ലീവ് ഇറ്റ്. Early essays such as Bangadeshwar, Krishak and Samya. Bakim criticized economic inequality, supported peasants' rights, exposed caste discrimination, spoke against oppression of women, favored widow remarriage, though with certain reservations. അപ്പോൾ ഇങ്ങനത്തെ ഇനീക്വാലിറ്റീസും കാര്യങ്ങളും എല്ലാം ബക്കീം ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിഡോ റീമാരേജ് സപ്പോർട്ട് ചെയ്യുക, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എതിരെ നിൽക്കുക, പെസൻസ് റൈറ്റിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കത് പെട്ടെന്ന് ഓടിച്ചു പോകും. ബിക്കോസ് യൂണിറ്റ് 1 ഇസ് നോട്ട് മച്ച് ആസ് ഇമ്പോർട്ടൻറ്റ് ദാൻ ദി അതർ യൂണിറ്റ്സ്. ഓക്കെ. രാജ്മോഹൻസ് വൈഫ് അതിൻ്റെ തീമൊക്കെ വരുമ്പോഴാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻസ് അവിടെ നിന്നാണ് ചോദിക്കുക. എന്നാലും ബക്കീമിനെ കുറിച്ച് ചെറിയൊരു നോളജ് കിട്ടാൻ വേണ്ടി നമുക്കറിയില്ലല്ലോ ഇനിയിപ്പോൾ ഇൻ കേസ് ഇവിടെ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലോ വരാൻ ഒരു ചാൻസും ഇല്ല. ഒന്ന് ഓടിച്ചു പോവത്. ഓക്കെ. ലേറ്റർ തീംസ് ഗ്രാജ്വലി പിന്നെ മറ്റേത് എഴുതുമ്പോൾ ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതണം. ബിക്കോസ് 20 മാർക്സിനായിരിക്കും ഓരോ ക്വസ്റ്റ്യൻസ്. അപ്പോൾ 20 മാർക്കിന് ചോദിക്കുമ്പോൾ ഇതിൽ നിന്നും കൂടി എഴുതുമ്പോഴേ അത് 20 മാർക്കിനുള്ളത് നമുക്ക് തികയ്ക്കാനൊക്കെ പറ്റത്തുള്ളൂ. എനിവേ come to the point. Later themes. Gradually Bakim moved away from social reform issues. He became more interested in Hindu nationalism and religion. ആ കാര്യത്തിൽ വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിരുന്നു. പിന്നെ he believed western education had awakened nationality. ആക്ച്വലി അതൊരു വലിയൊരു ട്രൂത്താണ്. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടിയത് കൊണ്ടാണ് നമ്മളുടെ ഉള്ളിലൊരു കൈൻഡ് ഓഫ് നാഷണാലിസം വന്നത്. ലവ് ടുവേർഡ്സ് അവർ നേഷൻ. He often equated Hindu identity with Indian identity, which later became controversial. അതായത് ഹിന്ദു ഐഡൻറ്റിറ്റീനെ ഇന്ത്യൻ ഐഡൻറ്റിറ്റിയുമായി ഇക്വേറ്റ് ചെയ്ത് പറയുമ്പോൾ ഓഫ് കോഴ്സ് അവിടെ കോൺട്രവേഴ്സി ഉണ്ടാകും. ഓക്കെ. അത് തന്നെ അവിടെയും ഉണ്ടായി. അതായത് ഇന്ന് പറയുമ്പോഴും അത് ഉണ്ട്. അപ്പം അന്നും അതുണ്ടായിരുന്നു. Bakim's age
and social ethos. He lived during a period of social and cultural change under British rule. നമുക്കറിയാം ബ്രിട്ടീഷ് റൂളിൻ്റെ ടൈമിലായിരുന്നു ആൾ ജീവിച്ചിരുന്നത്. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ക്രിയേറ്റഡ് എ ന്യൂ മിഡിൽ ക്ലാസ് ആൻഡ് ഇൻഫ്ലുവൻസർ ഇന്ത്യൻ ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വന്നതോടുകൂടി ഒരു മിഡിൽ ക്ലാസ് ലെവലിനെ ക്രിയേറ്റ് ചെയ്തു. ഏർലി ഇന്ത്യൻ നോവൽസ് വർ മോസ്റ്റ്ലി ഡൈഡാക്റ്റിക് മെൻ ടു ടീച്ച് മോറൽ ലെസൺസ്. അതായത് പണ്ടത്തെ നോവൽസ് എന്ന് പറയുന്നത് മോറൽ ലെസൺസ് പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം എഴുതിയിരുന്ന നോവൽസ് ആയിരുന്നു. ബക്കിം കമ്പൈൻഡ് സോഷ്യൽ തീംസ് വിത്ത് റൊമാൻസ് ആൻഡ് റിയലിസം. അതർ വർക്ക്സ് ആൻഡ് കോൺട്രിബ്യൂഷൻ. Bucking wrote historical romances and novels about contemporary society. His novels portray moral conflict, passion, and duty. In later works like Ananthamad, patriotism and religion became dominant themes. നമ്മൾ എന്താ വന്ദേ മാതരം അദ്ദേഹത്തിൻ്റെ ആനന്ദമഠ് എന്ന് പറയുന്ന ബുക്കിൽ ഉള്ളതല്ലേ? ഐ വാണ്ട് ടു ജസ്റ്റ് ചെക്ക് ഇറ്റ്. ഓക്കെ, the song Vande Mataram from Ananthamad became a nationalist slogan. Okay, so yeah, അത് കറക്റ്റാണ്. ബക്കിം ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ ഫിക്ഷൻ ആൻഡ് നാഷണാലിസം. ഇനി ഇത് ഞാൻ ജസ്റ്റ് ഓടിച്ചു പോയത് ഞാൻ പറഞ്ഞല്ലോ, ദിസ് ഈസ് നോട്ട് ആസ് മച്ച് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് ദി അതർ യൂണിറ്റ്സ്. ഇപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് നമ്മളൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. നമുക്കിനി സെക്കൻഡ് യൂണിറ്റിലോട്ട് പോകാം. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് യൂണിറ്റ് 2. ബിഫോർ ഗോയിങ് ടു യൂണിറ്റ് 2 വി ഹാവ് ടു നോ ദി സമ്മറി ഓഫ് രാജ്മോഹൻസ് വൈഫ്. അപ്പോൾ ഈ രാജ്മോഹൻസ് വൈഫ് എന്ന് പറയുന്ന ഈ നോവലിൻ്റെ സമ്മറി നമുക്ക് ആദ്യം തന്നെ അറിയേണ്ടതുണ്ട്. രാജ്മോഹൻസ് വൈഫ് 1864 ഇത് പബ്ലിഷ് ചെയ്തത്. ഫസ്റ്റ് ഇന്ത്യൻ നോവൽ റിട്ടൺ ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, പിന്നെ ഇതിൽ പറയുന്നത് മന്ദാകിനിയുടെ സ്റ്റോറിയാണ്. മന്ദാകിനി ഈസ് എ ബ്യൂട്ടിഫുൾ ആൻഡ് വിർച്വസ് വുമൺ അൺഹാപ്പിലി മാരീഡ് ടു രാജ്മോഹൻ, എ ക്രൂവൽ ആൻഡ് അബ്യൂസീവ് മാൻ. അപ്പോൾ മന്ദാകിനി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അവൾ കല്യാണം കഴിച്ചിട്ടുള്ളത് രാജ്മോഹനെയാണ്. രാജ്മോഹൻ എന്ന് പറയുന്ന വ്യക്തി വളരെ ക്രൂവലായിട്ടുള്ള ഒരാളാണ്. ഒരു അബ്യൂസീവ് മാൻ അല്ലെങ്കിൽ അബ്യൂസീവ് ഹസ്ബൻഡ് എന്ന് പറയുന്നതിനുള്ള റീസൺ എന്ന് പറയുന്നത് അവളെ നന്നായി ഉപദ്രവിക്കുന്ന ഒരു ആളായിരുന്നു. അതായത് ചെറിയ കാര്യങ്ങൾ മതി അവൾക്ക് ഈവൻ വീട്ടിൽ നിന്നും പുറത്തു പോകാനുള്ള പെർമിഷൻ ഇല്ലായിരുന്നു. ബിക്കോസ് ഷീ വാസ് സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ രാജ്മോഹന് പേടിയാണ്, ലൈക്ക് ഇത്രയും ഭംഗിയുള്ളവൾ പുറത്തു പോയാൽ എന്തായിരിക്കും, ആ ഒരു കൈൻഡ് ഓഫ് തിങ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവൾ അതൊന്നും ഈ ഒരു ചെറിയ സമ്മറിയിൽ അതൊന്നും പറയുന്നില്ല. ഇത് വളരെ ഷോർട്ടായിട്ടുള്ള സമ്മറിയാണ്. ഞാൻ ഇതിലുള്ള കഥ എന്താണെന്നുള്ളത് പറയാം. ഒരു ദിവസം എന്താ ചെറിയ ചെറിയ ഇൻസിഡൻസ് പറയാം. ഓക്കെ, കാരണം ആൻസർ എഴുതുമ്പോൾ യു ഹാവ് ടു ഇൻക്ലൂഡ് ഓൾ ദോസ് ഇൻസിഡൻസ്. അപ്പോൾ ഇവളുടെ വീടിൻ്റെ അടുത്താണ് കനക എന്ന് പറയുന്നൊരു ലേഡി താമസിക്കുന്നത്, ഹർ നൈബർ. അപ്പോൾ ഈ നൈബർ വന്നിട്ട് ഇവളെ വിളിക്കുന്നുണ്ട്, നമുക്ക് വെള്ളം കോരാൻ പോകാം, ലെറ്റ്സ് ഗോ ആൻഡ് ഫെച്ച് വാട്ടർ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. പക്ഷേ ഇവൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവൾ പോകാൻ കൂട്ടാക്കുന്നില്ല. ഇവൾ ഓൺലി 18 years ഓൾഡാണ് കേട്ടോ. അപ്പോൾ ഇവൾ കൂട്ടാക്കുന്നില്ല, കാരണം ഇവൾക്ക് പേടിയാണ്. രാജ്മോഹൻ ചീത്ത പറയുമെന്ന് പറഞ്ഞിട്ട് കൂട്ടാക്കുന്നില്ല. രാജ്മോഹൻ അവിടെ ഉണ്ടാവുകയില്ല, പക്ഷേ ഇവൾ സമ്മതിക്കില്ല. പക്ഷേ കനകമായി അല്ലെങ്കിൽ കനക എന്ന് പറയാം. അപ്പോൾ കനക കുറേ പറയുമ്പോൾ ഇവൾ എന്താ ചെയ്യുകയെന്ന് പറയുമ്പോൾ ഇവൾ ഓക്കെ പോവാം എന്നുള്ള നിലക്ക് പോകും. അങ്ങനെ പോകുമ്പോൾ ഇവളുടെ പരിചയത്തിലുള്ള 2 പേര് ഇവളെ കാണും. ആ 2 പേരും കസിൻസാണ്. ഓക്കെ, മാധൂർ ഘോഷും മാധവ് ഘോഷും 2 കസിൻസാണ്. അവർ ഇവളെ കാണും. പിന്നെ ഇവൾക്ക് ഇതിലെ മാധവ് ഘോഷിനായിട്ട് ഒരു ബന്ധമുണ്ട്. അതായത് ഇവളുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ് മാധവ് ഘോഷ്. അതാണ് ആ ഒരു റിലേഷൻ. ഓക്കെ, അപ്പോൾ അവർ ഞെട്ടുന്നുണ്ട്. അവർ വിചാരിക്കുന്നുണ്ടോ രാജ്മോഹൻ ഇതിനൊന്നും അനുവദിക്കില്ലല്ലോ, പിന്നെ ഇവളെങ്ങനെ ഇവിടേക്ക് വന്നു എന്നുള്ള ഒരു ഞെട്ടൽ അവരിൽ കാണുന്നത് കാണാം. എനിവേ ഇവളെ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ രാജ്മോഹൻ ഞാൻ നിന്നെ കൊന്നു കളയുന്നൊക്കെ പറയുന്നുണ്ട്, നീ പുറത്തിറങ്ങിയില്ലേ എന്നുള്ള നിലക്കൊക്കെ അങ്ങനെയൊക്കെ വളരെയധികം ചൂടാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പാട്രിയാർക്കി ആ ഒരു തീം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്തെഴുതേണ്ട കാര്യങ്ങളാണ്. ഈ ഇൻസിഡൻറ്റ് വെച്ച് തന്നെ നമ്മൾ അതെഴുതണം. ഇനി നമുക്ക് കുറച്ചൊരു ഹിസ്റ്ററിയിലോട്ട് പോകാം. അതായത് ഈ മാധവ് ഘോഷിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിയുണ്ട്, ആളുടെ പേര് ബൻഷിഭാദൻ ഘോഷ് ആയിരുന്നു. ആളൊരു സെർവൻ്റ് ആയിരുന്നു. ഓക്കെ, ഹി വാസ് എ സെർവൻറ്റ്. പക്ഷേ ആളൊരു വളരെ പൈസക്കാരിയെ കല്യാണം കഴിച്ചു. അങ്ങനെ ആ പൈസക്കാരി പിന്നീട് മരിച്ചപ്പോൾ ഇയാൾ ജമീന്ദാറായി മാറി. ബിക്കോസ് ഇയാളതിൽ ഇപ്പോൾ കുറേ മണിയുണ്ട്, അപ്പോൾ ലാൻഡുകളുണ്ട്. അപ്പോൾ ഇയാളൊരു ജമീന്ദാറാണ്. ഇനി ഇയാളുടെ ഗ്രാൻഡ് സൺസാണ് മാധൂർ ഘോഷും മാധവ് ഘോഷും. ഓക്കെ, ഇയാൾക്ക് 3 മക്കളുണ്ട്. അതിൽ ഒരു മോനാണ് മാധൂർ ഘോഷ്, വേറെ മോനാണ് മാധവ് ഘോഷ്, വേറൊരു മോൻക്ക്
മക്കളില്ല. ആ മോൻ്റെ പേര് രാം ഗോപാൽ. ഓക്കെ. അപ്പോൾ ഇയാൾക്ക് 3 മക്കളാണ്. ഒന്ന് രാം കന്ത, പിന്നൊന്ന് രാം കനായി, പിന്നെ ഒന്ന് രാം ഗോപാൽ. രാം കാന്തയുടെ മകനാണ് മാധവ് ഘോഷ്. രാം കനായുടെ മകനാണ് മാധുർ ഘോഷ്. പിന്നെ രാം ഗോപാലിന് മക്കളില്ല. അപ്പോൾ ഈ സ്വത്തുക്കളെല്ലാം ഈ 3 മക്കൾക്കാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും ഓരോ അച്ഛന്മാർ അവരവരെ മക്കൾക്ക് തന്നെ എഴുതി കൊടുക്കും. അതായത് രാംകന്തയുടെ സ്വത്ത് മാധവ് ഘോഷിനും രാംകനായുടെ സ്വത്ത് മാധുർ ഘോഷിനും കിട്ടി. രാം ഗോപാലിൻ്റെ സ്വത്താണ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ മാധവ് ഘോഷിനാണ് എഴുതി കൊടുക്കുക. ഓക്കെ, മാധവ് ഘോഷിന്. കാരണം മാധവ് ഘോഷ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ അറിവും ഉള്ള ആളാണ്. പിന്നെ കുറച്ചും കൂടെ റിച്ച് ആൾ. ഈ സ്വത്തും കൂടെ കിട്ടിയപ്പോൾ റിച്ചായി. അതുകൂടാണ്ട് കുറച്ചും കൂടി എന്താ പറയുക, നല്ല സ്വഭാവവും ബുദ്ധിയും എല്ലാം ഉള്ള ആളാണ്. അപ്പോൾ അങ്ങനെ എഴുതി കൊടുക്കും. എഴുതി കൊടുക്കുമ്പോൾ പറയും, അതായത് മറ്റാളുടെ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിൽ നിന്ന് അവളെ നോക്കാൻ നീ നോക്കണം എന്നുള്ള നിലക്ക്. ഓക്കെ, അങ്ങനെയാണ് എഴുതി കൊടുക്കുക. പിന്നെ മാതൃഘോഷിന് എന്തോ വീടെന്തോ ആണ് കൊടുക്കാൻ തോന്നുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. എനിവേ, ലീവ് ഇറ്റ്. അങ്ങനെ പിന്നെ അപ്പോൾ അതവിടെ കഴിഞ്ഞു. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രാജ്മോഹന് കുറച്ച് ആൾക്കാരുമായിട്ട് പ്ലാൻ ചെയ്യും ഇയാളുടെ സ്വത്ത് അടിച്ചു മാറ്റാൻ. ഈ വിൽ പേപ്പർ, ആരുടെ വിൽ പേപ്പർ? മാധവ് ഘോഷ് റിച്ച് ആണല്ലോ. അപ്പോൾ അയാളുടെ വിൽ പേപ്പർ ഉണ്ടല്ലോ മറ്റാളുടെ സ്വത്തിൻ്റെ. അപ്പോൾ അത് നമുക്ക് അടിച്ചു മാറ്റിയാലെന്ന് രാജ്മോഹൻ കുറച്ച് പേരായിട്ട് ഡിസ്കസ് ചെയ്യും. ആ ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരാണ് സർദാറും ബിക്കും. അപ്പോൾ സർദാർ, ബിക്കു, രാജ്മോഹൻ ഇങ്ങനെ ഒന്ന് ഡിസ്കസ് ചെയ്യാണ്. നമുക്ക് പോയി മറ്റേത് അടിച്ചു മാറ്റാം എന്ന് ഡിസ്കസ് ചെയ്യാണ്. ഇത് നമ്മുടെ രാജ്മോഹൻ്റെ വൈഫായിട്ടുള്ള ആരാണ്? മന്ദാകിനി കേൾക്കും. ഓക്കെ. അപ്പോൾ മന്ദാകിനിക്ക് കേൾക്കുമ്പോൾ വളരെ വിഷമം. കാരണം അവളുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിൻ്റെ വിൽ പേപ്പറാണ്. അതായത് അവരുടെ ലൈഫ് സെക്യൂർഡ് ആക്കാനാണ് അവൾക്ക് താല്പര്യം. അപ്പോൾ അവൾ ഓടിച്ചെന്നിട്ട് അത് അവിടെ ചെന്ന് പറയും. അങ്ങനെ അവരുടെ അടുത്ത് പറയുമ്പോൾ അവർക്കത് മനസ്സിലാകുമ്പോൾ അതിനനുസരിച്ച് ആളൊക്കെ അവർ അറേഞ്ച് ചെയ്യും ഈ റോബറി നടത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് എന്താ പറയുക, സെക്യൂരിറ്റിനൊക്കെ അവിടെ വെക്കും. പിന്നെ അതുപോലെ തന്നെ മന്ദാകിനിക്ക് പിന്നെ ഉറപ്പായി എന്തായാലും തൻ്റെ ഹസ്ബൻഡ് ഇത് ഇവൾ പറഞ്ഞെന്നുള്ളത് അറിയും. അപ്പോൾ ഇവൾ എന്തായാലും കില്ല ചെയ്യുന്ന ഇവൾക്ക് ഉറപ്പായി. അങ്ങനെ ആ ഒരു ഉറപ്പായ സമയത്ത് ഒരു ട്വിസ്റ്റ് അവിടെ സംഭവിക്കുന്നുണ്ട്. മന്ദാകിനി ഇവളുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡായിട്ടുള്ള ഏതാണ് നമ്മുടെ മാധവ് ഘോഷിൻ്റെ അടുത്ത് പറയും, എനിക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നു, ഇപ്പോഴും സ്റ്റിൽ എനിക്കിഷ്ടമാണ് എന്ന് പറയും. മാധവ് ഘോഷിനും പണ്ടെന്തോ താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അത് പറയും. അപ്പോൾ മാധവ് ഘോഷിന് വളരെ വിഷമമായിട്ട് മാധവ് ഘോഷ് പോവും. ഓക്കെ, ഇപ്പം എന്തായാലും അങ്ങനെ നടക്കില്ലല്ലോ. ഓക്കെ, അങ്ങനെ പിന്നെ ഇവള് ഇവിടെ പോയി പറഞ്ഞതാണ്, അതുകൊണ്ടാണ് അവർ കാര്യങ്ങളെല്ലാം അറിഞ്ഞത് എന്നുള്ളത് രാജ്മോഹൻ അറിയും. അതായത് ഈ വിൽ പേപ്പറിൻ്റെ കാര്യം ഇവർ മോഷ്ടിക്കാൻ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇവൾ പറഞ്ഞു എന്നുള്ളത് രാജ്മോഹന് മനസ്സിലാവും. കാരണം അവരെല്ലാം സത്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ. അപ്പോൾ രാജ്മോഹൻ ഉടനടി ഇവളെ കൊല്ലാൻ വേണ്ടി പോകുന്ന സമയത്താണ് നമ്മുടെ ബിക്കും സർദാറും കൂടി വരും. നീ എന്നെ ചതിച്ചൂലേ എന്ന് പറഞ്ഞിട്ട് രാജ്മോഹൻ്റെ അടുത്തേക്ക് വരുന്നു. അങ്ങനെ രാജ്മോഹൻ പറയും ഞാനല്ല എൻ്റെ വൈഫാണ് എന്ന് പറയുന്നു. അങ്ങനെ അവർ കൊല്ലാൻ വേണ്ടി പോകുമ്പോൾ നോക്കുമ്പോൾ ഇവളെ കാണില്ല. ഇവൾ എസ്കേപ്പ് ആയിട്ടുണ്ടാവും. എന്നിട്ട് ഒരു ലേഡിയുടെ വീട്ടിൽ പോയിട്ട്, ലേഡിയല്ല നമ്മുടെ മാധുർ ഘോഷിൻ്റെ വീട്ടിൽ പോയിട്ട് ഒളിക്കും. അവിടെ 2 ലേഡീസാണ്, അല്ലെങ്കിൽ 2 വൈഫ്സാണുള്ളത് മാധുർ ഘോഷിന്. അപ്പോൾ അവർ ടേക്ക് കെയർ ചെയ്യും. ഓക്കെ, അതിൽ ഫസ്റ്റ് വൈഫാണ് ടേക്ക് കെയർ ചെയ്യുക. മറ്റേ വൈഫ് ചമ്പൻ എന്ന് പറഞ്ഞിട്ട് പേരുള്ള മറ്റേ വൈഫിന് താരയും ചമ്പനും ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. എനിവേ ചമ്പന് എന്താ പറയുക, വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. കാരണം നമ്മുടെ ഈ പറയുന്ന മാതങ്കിനി ഈസ് വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ ഒരു ചെറിയ അസൂയൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ പോയി വിളിക്കും. ഓക്കെ, പിന്നെ പക്ഷേ പിന്നീട് രാജ്മോഹൻ വന്നവളെ വിളിച്ചുകൊണ്ട് പോവും. ഞാനൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകും. അങ്ങനെ അവർ പിന്നെയും രാജ്മോഹനും ബിക്കും പിന്നെ നമ്മുടെ സർദാറും കൂടെ പിന്നെയും പ്ലാൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ മാതങ്കിനെ പിന്നെയും കാണൂല. മാതങ്കിനി ഓക്കെ, അതുപോലെ തന്നെ മാധവ് ആണെങ്കിൽ വാസ് തിങ്കിങ് അബൌട്ട് മാതങ്കിനി. റൂമിലിരുന്ന് ഇങ്ങനെ മാതങ്കിനെ ആലോചിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഗാർഡനിലൊരു സൗണ്ട് കേൾക്കുന്നു. മാധവ് ഘോഷ് ചെന്നിറങ്ങുമ്പോൾ മാധവ് ഘോഷിനെ തട്ടിക്കൊണ്ടുപോകും. ബിക്കും അതുപോലെ തന്നെ സർദാറും കൂടി തട്ടിക്കൊണ്ടുപോകും. അങ്ങനെ അവർ പറയും എനിക്ക് എഴുതിത്തരാൻ പറയും. അപ്പോൾ മാധുർ ഘോഷായിരുന്നു ഇതിൻ്റെയൊക്കെ
പുറകെ അത് വേറൊരു ട്വിസ്റ്റ്. ഇയാളുടെ സ്വന്തം കസിനായിട്ടുള്ള മാധുർ ഘോഷാണ് മെയിനായിട്ടുള്ള ആൾ എന്ന് മനസ്സിലാവും. അപ്പോൾ അവനും വരും. എന്നിട്ട് ഈ വിൽ പേപ്പർ ഇയാളുടെ പേരിൽ എഴുതാൻ പറയും. അങ്ങനെ അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ എന്താ പറയുക, ഇയാൾ സമ്മതിക്കുകയൊക്കെ ചെയ്യും, എഴുതി തരാം എന്നൊക്കെ പറയും. പിന്നെ മാതങ്കിനെ കാണണം എന്നുള്ള രീതിയിലൊക്കെ പറയും. അപ്പോൾ താരയും ആക്ച്വലി മാധുർ ഘോഷ് മാതങ്കീനെ തട്ടിക്കൊണ്ടുപോയതായിരുന്നു. അങ്ങനെ മാധുർ ഘോഷ് മാതങ്കീനെ മോളസ്റ്റ് ചെയ്യാനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അവൾ സംഹൗ അതിൽ നിന്നെല്ലാം എസ്കേപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ താരയും ഇയാളും കൂടി, അതായത് മാധവ് ഘോഷും കൂടി ഇവളെ കണ്ടുപിടിക്കും. പോലീസൊക്കെ വന്ന് ഇവരെ ഇതാക്കും. അപ്പോൾ ഈ മാധുർ ഘോഷ് സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. പിന്നെ നമ്മുടെ മാതങ്കിനി തിരിച്ച് അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് അവൾ പോകുന്നുണ്ട്. ബിക്കോസ് ഹർ ഹസ്ബൻഡ് ഇസ് നോട്ട് മച്ച് ഗുഡ്. അയാളുടെ ഇതും സഹിച്ച് അവൾക്ക് ജീവിക്കേണ്ട കാര്യമില്ലല്ലോ. ആ ഒരു റിയലൈസേഷൻ വരികയും അവൾ തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് എഴുതണം കേട്ടോ. ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ മാതങ്കിനി എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള കാര്യവും സ്റ്റാർട്ടിങ്ങിൽ അവൾ അത്രയും പേടിച്ച് സഹിച്ചു നിന്നു. ലാസ്റ്റായപ്പോൾ അവൾ അവിടെ നിന്ന് പോകുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതേണ്ടതുണ്ട്. ഓക്കെ, സോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇത് അതിൻ്റെ വളരെ ഷോർട്ടായിട്ടുള്ളതാണ്. ഞാൻ വായിക്കുന്നില്ല ബിക്കോസ് ടൈം ചുമ്മാ പോവും. ഇനി തീംസ് നോക്കുമ്പോൾ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ലവ് ആൻഡ് ഡ്യൂട്ടി, വിമൻ സഫറിങ് ആൻഡ് ഒപ്രഷൻ, മൊറാലിറ്റി ആൻഡ് സോഷ്യൽ കൺവെൻഷൻസ്, ട്രഡീഷൻ വേഴ്സസ് മോഡേണിറ്റി, പാട്രിയാർക്കൽ വാല്യൂസ്, ഇതൊക്കെയാണ്. Rajmohan's wife portrays the tragic life of Madangini, whose forbidden love and unhappy marriage illustrate the struggle between personal desires and social obligations. It ends sadly, emphasizing the moral values and social constraints of 19th century Indian society. ഇനി നമ്മുടെ യൂണിറ്റിലേക്ക് പോകാം. യൂണിറ്റ് 2 ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. രാജ്മോഹൻസ് വൈഫ് ബൈ ബങ്കിം ചന്ദ്ര ചറ്റോപധേ. ഓക്കെ, why did Bankim write in English? English was the language of power during British rule. Writing in English gave prestige and access to educated readers. However, Bankim used English in his own Indian style and later returned to Bengali. അപ്പോൾ ബക്കിയും എഴുതിയിരുന്നത് ഇംഗ്ലീഷിലായിരുന്നു. അതിൻ്റെ റീസൺസ് ചോദിക്കുമ്പോൾ ഇംഗ്ലീഷിൽ എഴുതുന്നവർ കുറച്ചും കൂടെ വലിയ ആൾക്കാരായിട്ട് കാണുമല്ലോ. നമ്മൾ മുന്നേ യൂണിറ്റ് 1 പറഞ്ഞിരുന്നു, വെസ്റ്റേൺ ഐഡിയോളജീസിനെ കുറച്ചും കൂടി അഡ്മയർ ചെയ്തിരുന്ന ഒരാളായിരുന്നു ബക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആൾ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം കുറച്ചും കൂടെ ആ ഒരു പ്രസ്റ്റീജും കാര്യങ്ങളെല്ലാം കിട്ടുവാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ എഴുതിയിരുന്നത്. ലാംഗ്വേജ് ആൻഡ് ഓഡിയൻസ്. Bankim mixed English with Sanskrit, Bengali and Hindustani words. He introduced Indian images and expressions into English. His readers were mainly educated upper class Indians familiar with different languages. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ആളുടെ വർക്ക്സ് വായിക്കാനും മനസ്സിലാക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ അവരൊക്കെ തന്നെയായിരുന്നു ഓഡിയൻസ്. ദിസ് ഷോസ് ദാറ്റ് ഹി അഡാപ്റ്റഡ് ഇംഗ്ലീഷ് റാദർ ദാൻ സിംപ്ലി ഇമിറ്റേറ്റിംഗ് ബ്രിട്ടീഷ് റൈറ്റേഴ്സ്. പിന്നെ അതുമാത്രമല്ല, ഇതിന് ട്രാൻസ്ലേറ്റും ചെയ്തിട്ടുണ്ട്. ലൊക്കേഷൻ ആൻഡ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്. നോവൽ ഇസ് സെറ്റ് ഇൻ റൂറൽ ബംഗാൾ. ഇറ്റ് പോർട്രേസ് ഡിഫറൻസസ് ഇൻ ക്ലാസ് ആൻഡ് എഡ്യൂക്കേഷൻ. അവിടെ തന്നെ ആ നോവലിൽ തന്നെ ക്ലാസ്സും എഡ്യൂക്കേഷനും കാണിക്കുന്നുണ്ട്. അതൊക്കെ എടുത്തെഴുതണം കേട്ടോ. ക്ലാസ്സും എഡ്യൂക്കേഷൻ കാണിക്കുന്നത് മാധുർ ഘോഷിൻ്റെ കേസും മാധവ് ഘോഷിൻ്റെ കേസും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾ നല്ലൊരു രീതിയിൽ ആൾ നല്ലതാണ്, മാധവ് ഘോഷ് നല്ലതാണ്, മാധുർ ഘോഷ് കുറച്ചും കൂടി ഒരു ക്രൂവലായിട്ടുള്ള ഒരാളാണ്, ആൾ എഡ്യൂക്കേറ്റഡ് അല്ല, അതൊക്കെ അവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. മാധവ് റിസീവ്സ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ആൻഡ് ഇസ് ഷോൺ ആസ് റിഫൈൻഡ് ആൻഡ് സിവിലൈസ്ഡ്. കണ്ടോ അവിടെ കാണിക്കുന്നത് കണ്ടോ, മാധവ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കിട്ടിയത് കൊണ്ട് വളരെ റിഫൈൻഡ് ആയിട്ടുള്ള നല്ലൊരാളാണ്. മാധുർ എന്ന് പറയുന്നത് പ്രൊവിൻഷ്യൽ എഡ്യൂക്കേഷൻ മേക്സ് ഹിം നാരോ മൈൻഡഡ് ആൻഡ് ക്രൂവൽ. ഓക്കെ, അത് എടുത്തെഴുതേണ്ട കാര്യമാണ്. Character of Mandakini. Mandakini is the central character. At first, she is modest, obedient, and suffers silently. She represents the ideal Hindu wife in the beginning. Later, she bravely leaves home to protect her sister and brother-in-law. She confesses her love for mother. എല്ലാം തുറന്നു പറയാൻ തുടങ്ങി. അതായത് അവൾക്ക് എന്ത് തോന്നുന്നു അത് അവൾ ചെയ്യാൻ തുടങ്ങിയത് പിന്നീടുള്ള ഭാഗങ്ങളിലാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അവൾ അടങ്ങി ഒതുങ്ങി ഒരു മൂലക്ക് ജീവിച്ചിരുന്ന ഒരാളാണ്. ഓക്കെ, this change makes her a complex character torn between social duty and personal feelings. Passion versus duty. Mandakini's love for Madhav is forbidden. Madhav believes that duty and morality are more important than passion. Okay, അങ്ങനെ ബിലീവ് ചെയ്തിരുന്ന ഒരാളാണ് മാധവ്.
Both decide to separate, but Mandagini suggests that feelings cannot simply be erased. അപ്പോൾ മന്ദാകിനി പറയുന്നുണ്ട് സ്റ്റിൽ ഐ ലവ് യു എന്ന് പറയുന്നത് നമുക്ക് കാണാം. ഫീലിങ്സ് എങ്ങനെ കാര്യങ്ങൾ മാറി നിന്നാലും ഫീലിങ്സ് അവിടെ തന്നെ ഉണ്ടാകും. Thus the novel shows the conflict between emotion and social duty. Rajmohan's wife has a conduct literature. Conduct literature aims to teach moral values. The novel both questions and supports traditional ideas. Mandagini's love challenges social norms, but the story ends conservatively. She suffers throughout her life, dies young, showing പിന്നെ അവൾ മരിക്കുന്നുണ്ട് കേട്ടോ. ലൈക്ക് അവൾ അച്ഛൻ്റെ കൂടെ ജീവിക്കുകയും പിന്നെ കുറച്ച് നാളത്തിന് ശേഷം തന്നെ അവൾ മരിക്കുകയും ചെയ്യുന്നുണ്ട് യങ് ആയിരിക്കുമ്പോൾ തന്നെ. ഷോയിങ് ദാറ്റ് സൊസൈറ്റി പണിഷസ് ട്രാൻസ്ഗ്രഷൻ. രാജ്മോഹൻസ് വൈഫ് എക്സ്പ്ലോസ് എന്തൊക്കെയാണെന്നുള്ളതിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് യൂണിറ്റ് 3 പോകാം. ഓക്കെ, തീംസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ആ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് തീംസ് ഓഫ് രാജ്മോഹൻസ് വൈഫ്. ഇപ്പോൾ തന്നെ പറയുമ്പോൾ തന്നെ തീംസ് എല്ലാം കിട്ടിയിട്ടുണ്ടാവും. കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ പാഷൻ ആൻഡ് ഡ്യൂട്ടി, അത് നമുക്ക് മറ്റേയിൽ നിന്ന് എടുത്തെഴുതാം. അതായത് അവളുടെ ആ ഒരു ലവ് ടുവേർഡ്സ് മാധവ് ഘോഷ്. വിമൻ സഫറിങ് ആൻഡ് പാട്രിയാർക്കി, ആ സ്റ്റാർട്ടിങ്ങിലുള്ള ഇൻസിഡൻറ്റ്. അവൾ പുറത്തൊന്നും പോകാണ്ടിരിക്കുന്നത്, അടങ്ങി ഒതുങ്ങി ഇവൻ കൊല്ലാൻ വരുന്നത്, ഹസ്ബൻഡ് കൊല്ലാൻ വരുന്നത്. ഇൻഫ്ലുവൻസ് ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, അതായത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള മാധവിൻ്റെ കേസും അത് കിട്ടാത്ത മാധുറിൻ്റെ കേസും. ട്രഡീഷൻ വേഴ്സസ് മോഡേണിറ്റി, പണ്ടത്തെ കാലത്തും പിന്നെ അതായത് പിന്നീട് മാറുന്നതും മോഡേൺ മെൻറ്റാലിറ്റി വരുന്നത്. മൊറാലിറ്റി ആൻഡ് സോഷ്യൽ കൺവെൻഷൻ, ലാംഗ്വേജ് ആൻഡ് കൾച്ചറൽ ഐഡൻറ്റിറ്റി. യൂണിറ്റ് 3 തീംസ് ഇൻ രാജ്മോഹൻസ് വൈഫാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ കുറച്ച് ഫാസ്റ്റിലായിരിക്കും പറയാം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്താൽ ടൈം അധികം പോയില്ലല്ലോ. ദിസ് യൂണിറ്റ് എക്സാംസ് രാജ്മോഹൻസ് ക്യാരക്ടർ, ട്രീറ്റ്മെൻറ്റ് ഓഫ് മാരേജ് ആൻഡ് ദ യൂസ് ഓഫ് മെലോഡ്രാമ ഇൻ ബങ്കിം ചന്ദ്ര ചറ്റോപദേശ് രാജ്മോഹൻസ് വൈഫ്. ഇവരെന്താ ചാറ്റർജി എന്ന് എഴുതുന്നതെന്ന് എനിക്കറിയില്ല. ഇനി ലീവ് ഇറ്റ്, ചറ്റോപധ്യായാണ്. Rajmohan's character. Rajmohan is initially portrayed as a cruel, jealous, abusive husband, making readers sympathize with Mandagini. Mandagini alla Madangini. Okay. Madangini, okay. Later, Bakim humanizes him by revealing his pain and jealousy, making him appear more complex and believable. This creates a contradiction in the novel. While Madangini is shown as a victim, Rajmohan's suffering partly shifts blame onto her. The novel reflects the conflict between progressive ideas about women's desires and traditional patriarchal values. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത്, സ്റ്റാർട്ടിങ്ങിൽ ഈ ഹസ്ബൻഡിനെ രാജ്മോഹനെ വളരെ പൊട്ടയായിട്ട് കാണിക്കുകയും പിന്നെ കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ സ്ത്രീകളുടെ ആഗ്രഹവും അതുപോലെ തന്നെ ട്രഡീഷണൽ പാട്രിയാർക്കൽ വാല്യൂസ്, പണ്ട് പാട്രിയാർക്കി എത്രമാത്രം നിലനിന്നിരുന്നു, അത് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ട്രീറ്റ്മെൻറ്റ് ഓഫ് മാരേജ്. നോവൽ പ്രസൻസ് മാരേജ് ആസ് എ ഫ്രജൈൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഷോസ് ഹൗ ഡിസയർ ക്യാൻ ഡിസ്റ്റർബ് ഈവൻ ഹാപ്പി മാരേജസ്. പിന്നെ അതായത് ഒരു ആഗ്രഹങ്ങൾ, ഒരു ഹാപ്പി ആയിട്ടുള്ള മാരേജിനെ പോലും അത് അഫക്റ്റ് ചെയ്യുന്നത്. ഈവൻ മാധവ് ഘോഷിൻ്റെ കേസിൽ മാധങ്കി ഇങ്ങനെ പറയുമ്പോൾ മാധവ് ഘോഷിന് ചെറിയൊരു ടെൻഷൻ വിഷമമൊക്കെ വരുന്നുണ്ട്. മാധവ് ലവ്സ് മാതങ്കിനി ഡിസ്പൈറ്റ് ഹാവിങ് എ ഗുഡ് വൈഫ് ഹേമങ്കിനി. ഞാൻ നേരത്തെ ഇത് പറഞ്ഞപ്പോൾ സമ്മറി പറഞ്ഞപ്പോൾ ഹേമങ്കിനെ വല്ലാണ്ട് എടുത്ത് പറഞ്ഞില്ല, ഐ മീൻ ആ നെയിം പറഞ്ഞില്ല. ഹേമങ്കിനി എന്ന് പറയുന്നത് മാതങ്കിനിയുടെ സിസ്റ്ററാണ്. അപ്പോൾ നല്ലൊരു വൈഫാണ് ഹേമങ്കിനി, എങ്കിൽ പോലും മാതങ്കിനി അങ്ങനെ പറയുമ്പോൾ അയാളത് ഡിസ്റ്റർബ്ഡ് ആക്കുന്നുണ്ട്. സജസ്റ്റിംഗ് ദാറ്റ് ലവ് ഔട്ട്സൈഡ് മാരേജ് ഇസ് നോട്ട് ഓൾവേസ് കോസ്ഡ് ബൈ അൺഹാപ്പി റിലേഷൻഷിപ്പ്, വിച്ച് ഷോസ് ദാറ്റ് പുറത്തുള്ള ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അൺഹാപ്പി മാരേജ് തന്നെ ആവണമെന്നുള്ളൊരു കാരണം. മധുർ ഘോഷ് റെപ്രസെൻറ്റ്സ് അൺകൺട്രോൾഡ് ഡിസയർ വിച്ച് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു മിസറി ആൻഡ് ഡിസ്ട്രക്ഷൻ. ഒരു പൊട്ടാൾ, അങ്ങനെയാണ് മധുർ ഘോഷിനെ കാണിക്കുന്നത്. The novel warns that desire is destructive but stresses the importance of preserving marriage. Melodrama in the novel. Melodrama uses exaggerated emotions, sensational incidents, and sharply divided good and evil characters. വളരെ എക്സാച്ചുറേറ്റ് ആയിട്ടുള്ള ഇമോഷൻസ് കാണിക്കുന്നതും അതുപോലെ തന്നെ ഗുഡ് ആൻഡ് ഈവിൽ ക്യാരക്ടർ, അതായത് ഏറ്റവും നല്ല ക്യാരക്ടറും ഏറ്റവും പൊട്ട ക്യാരക്ടറിനെയും ഷാർപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നതും മെലോഡ്രാമ, അതൊക്കെ ഉള്ളതാണ് മെലോഡ്രാമ എന്ന് പറയുന്നത്. ബക്കിം എംപ്ലോയ്സ് മെലോഡ്രാമ ത്രൂ വില്ലനീസ് ക്യാരക്ടേഴ്സ് ലൈക്ക് രാജ്മോഹൻ ആൻഡ് മധുർ ഘോഷ്. അറിയാലോ, സസ്പെൻസ്ഫുൾ എപ്പിസോഡ് സച്ച് ആസ് മാതങ്കിനീസ് നൈറ്റ് ജേർണി ആൻഡ് ഇംപ്രിസൺമെൻറ്റ്. ഒരു സസ്പെൻസ് പോലത്തെ ആ ഒരു എപ്പിസോഡും കൂടിയാണ്. മാതങ്കിനിയുടെ രാത്രി പോയിട്ട് ഓടിപ്പോവില്ലേ മറ്റേ സിസ്റ്ററിൻ്റെ അടുത്തും ബ്രദർ ഇൻ ലോയുടെ അടുത്തും ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട്.
മറ്റൊരു റോബറി നടത്താൻ പോകണമെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഹൈലി ഇമോഷണൽ ആൻഡ് ഡ്രമാറ്റിക് ലാംഗ്വേജ്. വളരെ ഇമോഷണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൽ ഇൻസിഡൻസ് നടക്കുന്നുണ്ട്. ഞാനത് എടുത്തെടുത്ത് പറയുന്നില്ല. യു ഓൾറെഡി നോ അബൌട്ട് ഇറ്റ്. മെലോഡ്രാമ ഹെൽപ്സ് കൺവേ മോറൽ ലെസൺസ് ക്ലിയർലി ആൻഡ് അപ്പീൽ ടു ബ്രോഡ് റീഡർഷിപ്പ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന യൂണിറ്റ് 3. നമുക്ക് ഇനി അടുത്ത യൂണിറ്റ് 4 പോകാം. ഓക്കെ. And transgression in Bakim's other novels. This unit compares Rajmohan's Wife with 3 novels of Bakim Chandra Chattopadhyay എന്നും പറയാം, ചാറ്റർജി എന്നും പറയാം. അപ്പോൾ ആ നോവൽസ് മറ്റു 3 നോവൽസുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. രാജ്മോഹൻസ് വൈഫ് മറ്റു 3 നോവൽസുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ബിഷ ബ്രിക്ഷ, ദ പോയ്സൺ ട്രീ, കൃഷ്ണ ഖന്തേർ വിൽ ആൻഡ് ഇന്ദിര to understand his ideas about love, marriage, desire, morality and tragedy. Conflict between desire and duty. Bakim's novels show a constant struggle between human desires and passions, social rules and moral duties. People are not simply good or evil, they are caught between what they want and what society expects. അതായത് ഇപ്പോൾ മറ്റൊരു മാരേജിൻ്റെ കേസിൽ അവർ തമ്മിൽ ഇഷ്ടമുണ്ടെങ്കിൽ കൂടിയും അത് വേണ്ട എന്ന് വെക്കുന്നതിൻ്റെ റീസൺ സൊസൈറ്റിയിലെ കുറച്ച് നോംസും കാര്യങ്ങളും കാരണമാണ്. ഓക്കെ, അവരുടെ ഡ്യൂട്ടി ഇതായത് കൊണ്ടാണ്. അതന്നെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഇൻസിഡൻ്റൊക്കെ എടുത്തെഴുതണം കേട്ടോ. കാരണം 20 മാർക്സിനാണ് ചോദിക്കുക. അത്യാവശ്യം നന്നായിട്ട് എഴുതണം. 20 മാർക്സ് എന്ന് പറയുമ്പോൾ ബുക്ക്ലെറ്റിൽ ഐ തിങ്ക് 26 പേജസ് ഉണ്ടാവും. അതിൽ 1ഉം 2ഉം പേജ് ഓൾറെഡി അവർ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ എഴുതി അങ്ങനെ പോകും. പിന്നെ 3 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻസ് 20 മാർക്സ് ഈച്ച് ആയിട്ട് എഴുതുമ്പോൾ ഒരു ക്വസ്റ്റ്യന് 5 പേപ്പർ, ഐ മീൻ 5 സൈഡ് എങ്കിലും വേണം. ഓക്കെ, 5 സൈഡോ 4.5 സൈഡോ ഒക്കെ ആയിട്ട് വന്നാലേ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. ഐ മീൻ അപ്പോൾ 26 പേജ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. എനിവേ യു ഹാവ് ടു കാൽക്കുലേറ്റ് ഇറ്റ്. ഓക്കെ. Beauty and fatal attraction. Beauty in Bakim's fiction is not merely decorative. It becomes a force that leads people into temptation and tragedy. Characters are helpless before beauty and often violate social norms because of it. അപ്പോൾ ബക്കീംസ് ഫിക്ഷനിൽ ബ്യൂട്ടി വെറും ഒരു ഡെക്കറേറ്റീവായിട്ട് മാത്രമല്ല യൂസ് ചെയ്തിരിക്കുന്നത്, അത് എന്താണ് ഒരു പക്ഷേ ട്രാജഡിയുമാകാം എന്നുള്ള കാര്യം എടുത്തു പറയുന്നുണ്ട്. അത് നമുക്ക് ബ്യൂട്ടി ഉള്ളത് കൊണ്ട് അവളെ പുറത്ത് വിടാത്തൊരു കാര്യം, അവളെ ഹസ്ബൻഡ് രാജ്മോഹൻ പുറത്ത് വിടാത്ത കാര്യം, പിന്നെ മറ്റാൾ മോളസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ആ ഒരു കാര്യം, മധൂർ ഘോഷ് ആൾ മോളസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവളെ, അതൊക്കെ ബ്യൂട്ടി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ കാര്യവും എടുത്ത് എഴുതാം. റോൾ ഓഫ് വിഡോസ്. യങ് വിഡോസ് സച്ച് ആസ് Kunda, Nandini, Rohini and Hira often become central figures who disturb established marriages. ഇത് മറ്റേ നോവൽസിൽ നിന്നാണ്. മറ്റേ നോവൽസ് എനിക്ക് അറിയില്ല. എനിവേ അതിൽ നിന്നാണ് ഈ ക്യാരക്ടേഴ്സ്. അപ്പോൾ അവരുടെ ആസ് വിഡോസ് അവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ അന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ChatGPT ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ആ സ്റ്റോറി ഒന്ന് സമ്മറി കിട്ടും. ഓക്കെ, സമയമുണ്ടെങ്കിൽ നോക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ടി നിങ്ങൾ ചിലവൊന്നും അഴിക്കേണ്ട. നിങ്ങൾ മറ്റേ നോവൽ തന്നെ എടുത്ത് എഴുതിയാൽ മതി. ഐ മീൻ രാജ്മോഹൻസ് വൈഫിന്. ദെയർ സഫറിങ് അറൈസസ് ഫ്രം ദ ഹാർഷ് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ബൈ സൊസൈറ്റി ആൻഡ് ബക്കിം പ്രസൻറ്റ്സ് ദം വിത്ത് സിമ്പതി റാദർ ദാൻ ട്രീറ്റിംഗ് ദം ആസ് വില്ലൻസ്. ഓക്കെ, അവരെ സിമ്പത്തൈസ് ചെയ്തും കൊണ്ട് ബക്കീം കാണുന്നുണ്ട്, പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. Nature of tragedy. Tragedy in Bakim's novels results from social customs like child marriage and widowhood, the inability to reconcile desire with the duty. ഇതൊക്കെ മറ്റേൽ വരുന്നുണ്ട് രാജ്മോഹൻസ് വൈഫിൽ. അപ്പോൾ അതെടുത്തായാലും എഴുതിയാൽ മതി. ഇന്ദിര ആൻഡ് ഫീമെയിൽ ഏജൻസി. ഇൻ ഇന്ദിര, ദ ഹീറോയിൻ ഇന്ദിര എന്ന് പറയുന്ന ആ നോവലിൽ അതിലെങ്ങനെയാണ് ഹീറോയിൻ യൂസസ് ഇൻ്റലിജൻസ് ആൻഡ് മാനിപ്പുലേഷൻ ടു റീയൂണൈറ്റ് വിത്ത് ഹർ ഹസ്ബൻഡ്. കുറച്ച് ഇൻ്റലിജൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്താണോ ഇന്ദിരയിലൊക്കെ ഉള്ള സ്റ്റോറി എനിക്ക് അറിയണമെന്നുണ്ട്, ബട്ട് ഐ ഡോണ്ട് ഹാവ് ഇനഫ് ടൈം ടു നോ അബൌട്ട് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇന്ദിരയിൽ ഇൻ്റലിജൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഹസ്ബൻഡിനായിട്ട് റീയൂണൈറ്റ് ചെയ്യുന്നൊരു സ്റ്റോറിയാണ്. ദ നോവൽ റിവീൽസ് വിമൻസ് ഇൻസെക്യൂരിറ്റി ആൻഡ് സബോർഡിനേറ്റ് പൊസിഷൻ ഇൻ 19th century സൊസൈറ്റി വൈൽ ഷോയിങ് ഹൗ വിമൻ ട്രൈ ടു ഓവർകം ദീസ് ലിമിറ്റേഷൻസ്. അപ്പോൾ അതൊക്കെയാണ് ഇന്ദിരയിൽ കാണിക്കുന്നത്. ബക്കീംസ് യൂണിവേഴ്സാലിസ്റ്റ് വ്യൂ. Bakim suggests that every society creates rules and taboos. എല്ലാ സൊസൈറ്റിയിലും റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹ്യൂമൻ ഡിസയർ നാച്ചുറലി സീക്സ് ടു ക്രോസ് ദീസ് ബൗണ്ടറീസ്. ഹ്യൂമൻ ഡിസയറിന് എപ്പോഴും ഈ ബൗണ്ടറീസ് കടക്കണം എന്ന് എപ്പോഴും ഒരു ഡിസയർ ഉണ്ടാവും. ദെയർഫോർ കോൺഫ്ലിക്റ്റ് ആൻഡ് ട്രാജഡി ആർ ഇൻഎവിറ്റബിൾ പാർട്സ് ഓഫ് സോഷ്യൽ ലൈഫ്. നമുക്ക് ഒട്ടും ഒഴിച്ചുകൂടാനാവാത്ത
ഒരു ഭാഗമാണ് ഈ പറയുന്ന കോൺഫ്ലിക്റ്റും ട്രാജഡി എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന്, എനിക്കും അറിയാൻ ഒരു ത്വരയുണ്ട് ഈ പറയുന്ന ഇന്ദിര എന്ന് പറയുന്ന നോവലിലും പിന്നെ ഇത് കമ്പയർ ചെയ്തിട്ടുള്ളത് ദ പോയ്സൺ ട്രീ, ബിഷാബ്രിക്ഷ, കൃഷ്ണ കാന്തേർവിൽ. ഈ ഇതിലത്തെ ഷോർട്ടായിട്ട്, ഏറ്റവും ഷോർട്ടായിട്ട് ജസ്റ്റ് അത്രയും കുഞ്ഞായിട്ട് നമുക്കൊന്ന് സമ്മറി ജസ്റ്റ് ഒന്ന് നോക്കാം, അറിഞ്ഞിരിക്കാമല്ലോ. വളരെ ഷോർട്ടായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. ഇന്ദിര ടെൽസ് ദ സ്റ്റോറി ഓഫ് എ യങ് മാരീഡ് വുമൺ ഹൂ ഇസ് സെപ്പറേറ്റഡ് ഫ്രം ഹർ ഹസ്ബൻഡ്. ഓക്കെ, ആ ഹസ്ബൻഡിൽ നിന്ന് സെപ്പറേറ്റായി, ഫേസസ് മെനി ഹാർഡ്ഷിപ്പ് ആൻഡ് ഫൈനലി റീയൂണൈറ്റ്സ് വിത്ത് ഹിം ത്രൂ ഹർ ഇൻ്റലിജൻസ് ആൻഡ് പെർസിവിയറൻസ്. ഓക്കെ, അപ്പോൾ ഇതിലെന്ന് പറയുന്നത് ഇന്ദിരയിൽ എന്താണ് പറയുന്നത്, ഹസ്ബൻഡിനായിട്ട് സെപ്പറേറ്റ് ചെയ്തു, അത് പല പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം, പിന്നെ കുറേ ഹാർഡ്ഷിപ്പും കാര്യങ്ങളും ഫേസ് ചെയ്തിട്ട് പിന്നെ ആളായിട്ട് റീയൂണൈറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അവളുടെ ഒരു ബുദ്ധി ഉപയോഗിച്ച് പിന്നെയും റീയൂണൈറ്റ്, ചിലപ്പോൾ അവൾക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല ഒറ്റയ്ക്ക്, കാരണം വേറെ ഇപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾഡ് ആയിരിക്കില്ല, അതുകൊണ്ടൊക്കെ ആയിരിക്കാം പിന്നെയും തിരിച്ച് കുറേ ഹാർഡ്ഷിപ്പ് അനുഭവിച്ചതും പിന്നെ ഹസ്ബൻഡിനായിട്ട് റീയൂണൈറ്റ് ചെയ്തിരിക്കും. അതായിരിക്കും റീസൺ എന്ന് ഞാൻ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഷോർട്ട് സമ്മറി. ഇതിന് പുറമെ എനിക്കത് അറിയില്ല എന്താണ് അതിലുള്ളതെന്ന്. ബിഷാബ്രിക്ഷ എന്ന് പറയുന്ന ദ പോയ്സൺ ട്രീ. ദ നോവൽ സെൻറ്റേഴ്സ് ഓൺ നാഗേന്ദ്രനാഥ്, ഹിസ് വൈഫ് സൂര്യമുഖി ആൻഡ് ദ യങ് വിഡോ കുണ്ട നന്ദിനി. ഓക്കെ, ഇതിൽ മെയിൻ ക്യാരക്ടർ നാഗേന്ദ്രനാഥും ആളുടെ വൈഫ് സൂര്യമുഖിയും പിന്നെ ഒരു വിഡോവും കൂടിയുണ്ട്, ഒരു ചെറിയ വിഡോ, കുണ്ട നന്ദിനി എന്ന് പറയുന്നത്. നാഗേന്ദ്രനാഥ്സ് അട്രാക്ഷൻ ടു കുണ്ട നന്ദിനി ഡിസ്ട്രോയ്സ് ഡൊമസ്റ്റിക് ഹാർമണി ആൻഡ് എൻഡ്സ് ഇൻ ട്രാജഡി. ഞാൻ ആലോചിക്കുമ്പോഴേ ഈ ബക്കീംസിൻ്റെ നോവൽസിൽ നോക്കിയേ, രണ്ടെണ്ണം നമ്മൾ മുന്നേ പഠിച്ച രാജ്മോഹൻസ് വൈഫിലായിക്കോട്ടെ ബിഷാബ്രിക്ഷയിലായിക്കോട്ടെ ഒരു എക്സ്ട്രാ മെറിറ്റൽ അഫെയറിനുള്ള എല്ലാ വക ചാൻസുകളും കാണുന്നുണ്ട്. ഐ ഡോണ്ട് നോ, ഓരോരുത്തർ എല്ലാവരുടെ കേസിൽ അങ്ങനെയല്ല, പക്ഷെ ഓരോരുത്തർ ഇപ്പോൾ അവരുടെ റൈറ്റിങ്സിൽ അവരുടെ ലൈഫ് കുറച്ചൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ടോ. ലീവ് ഇറ്റ് ഓക്കെ, ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതിലതാണ് ഒരു വിഡോനോട് ഇയാൾക്ക് തോന്നുന്ന ഒരു ഇഷ്ടം, അതാണ് ബിഷാബ്രിക്ഷയിൽ. അപ്പോൾ മറ്റേ ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ നമുക്ക് അത് എഴുതാൻ പറ്റും, റൂൾസും അതുപോലെ തന്നെ പാഷനും അല്ലെങ്കിൽ ഒരു ലവും ഇമോഷൻസും തമ്മിൽ എങ്ങനെ കോൺഫ്ലിക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. നെക്സ്റ്റ് വൺ ഇസ് കൃഷ്ണ കാന്തേർ വിൽ. ഹാപ്പിലി മാരീഡ്, ഓക്കെ, ഗോവിന്ദ് ലാൽ എന്ന് പറയുന്ന ആൾ ഹാപ്പിലി മാരീഡ് ടു ബ്രാഹ്മർ, ഫോൾസ് അണ്ടർ ദ സ്പെൽ ഓഫ് ബ്യൂട്ടിഫുൾ വിഡോ രോഹിണി. ഹിസ് പാഷൻ ലീഡ്സ് ടു ജലസി, ഡെത്ത് ആൻഡ് ഹിസ് ഓൺ ഡൗൺഫോൾ. കൃഷ്ണ കാന്തേർ വിൽ. ഓക്കെ, അതിൽ മെയിൻ ക്യാരക്ടർ ഗോവിന്ദ് ലാൽ ഹാപ്പിലി മാരീഡ് ടു ബ്രാഹ്മർ, അതിന് കല്യാണം കഴിച്ചു. ഫോൾസ് അണ്ടർ ദ സ്പെൽ ഓഫ് ബ്യൂട്ടിഫുൾ വിഡോ രോഹിണി. പിന്നെ ഈ വിഡോ ആയിട്ടുള്ള രോഹിണിയെ ഒരു താല്പര്യം തോന്നുന്നു. ഹിസ് പാഷൻ ലീഡ്സ് ടു ജലസി, ഡെത്ത് ആൻഡ് ഹിസ് ഓൺ ലാസ്റ്റ്. ആൾ തന്നെ ഒരു അന്ത്യം പോലെ ഉള്ള രീതിയിലേക്ക് അത് പോകുന്നു. അപ്പോൾ ഇതാണ്. അപ്പോൾ എല്ലാ നോവലും ഏതാണ്ട് കുറച്ച് കണക്റ്റഡ് ആണ്. ഈ വിഡോസിനോട് ഇഷ്ടം തോന്നുന്നു, അല്ലെങ്കിൽ മറ്റൊരാളോട് കല്യാണം കഴിഞ്ഞിട്ടുള്ള വേറൊരാളോട് ഇഷ്ടം തോന്നുന്നു, ആ ഒരു സാധനങ്ങളൊക്കെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് അബൌട്ട് ഓൾ ദീസ് തിങ്സ്. So anyway, thank you. Have a nice day.